ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം കുട്ടികളിലെ മൊബൈൽ ഉപയോഗം എങ്ങനെ കുറയ്ക്കാം, മൊബൈൽ കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് മൊബൈൽ, ഇപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ മൊബൈൽ എന്ന് പറയുന്ന സാധനം നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനമാണ്. ബിസിനസ്സിലായിക്കോട്ടെ, നമ്മൾ സോഷ്യൽ നെറ്റ്വർക്സിലായിക്കോട്ടെ, മൊബൈൽ എന്ന് പറഞ്ഞാൽ അതൊരു നമ്മൾ ഇത്ര പ്രതീക്ഷിച്ചില്ല, ഇത്ര അധികം ഡെവലപ്ഡ് ആകുമെന്ന് പ്രതീക്ഷിക്കാത്ത ഒരു സാധനമായിരുന്നു മൊബൈൽസ്. പക്ഷേ നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ നമുക്ക് ആ മൊബൈൽ ഇപ്പോൾ പലർക്കും, കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കാണെങ്കിൽ കൂടി ഒരു നിമിഷം മൊബൈൽ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എന്തോ വലിയൊരു സാധനം നഷ്ടപ്പെട്ട പോലെയാണ്. നമുക്ക് പലപ്പോഴും ആ മൊബൈൽ ഇല്ലാതെ ജീവിക്കാൻ പറ്റൂല എന്നുള്ളൊരവസ്ഥയിലാണ്. കുട്ടികളെ നമുക്ക് കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. എങ്കിലും എങ്ങനെ കുട്ടികളിലെ, വലിയ കുട്ടികളിൽ മാത്രമല്ല വലിയവരിൽ എങ്ങനെ ഈ മൊബൈൽ അഡിക്ഷൻ നമുക്ക് എങ്ങനെ മാറ്റാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഈ മൊബൈൽ എക്സസ് ആയിട്ട് മൊബൈൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ദോഷങ്ങൾ മനസ്സിലാക്കാം. ആദ്യമായിട്ട് നമ്മൾ ഈ മൊബൈൽ നമ്മുടെ പോസ്ചർ മാറ്റിക്കളയും. ഇപ്പം നമ്മൾ ചിലപ്പോൾ കുനിഞ്ഞിരുന്നിട്ടായിരിക്കും നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കഴുത്തിലെ പേശികൾ, കഴുത്തിലെ മസിലുകൾ, കഴുത്തിലെ മറ്റ് എല്ലുകൾ, അതിനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രണ്ടാമത് നമുക്ക് സ്ട്രെയിൻ, പോസ്ചർ പ്രശ്നങ്ങൾ ഉണ്ടാകും. രണ്ടാമത് സ്ട്രെയിൻ, കണ്ണിൻ്റെ സ്ട്രെയിൻ കൂട്ടും. നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ഒരിടത്തേക്ക് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ കണ്ണുകൾ ഇങ്ങനെ ചിമ്മാറും. കണ്ണുകൾ ചിമ്മുന്ന എന്തിനാണെന്ന് വെച്ചാൽ, ഈ കണ്ണുകളുടെ ഉള്ളിലൊരു ലൂബ്രിക്കേഷൻ, എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ ഉള്ളിലുള്ള കണ്ണുനീർ ഇതിൻ്റെ മുകളിലൂടെ, കണ്ണുനീരിൻ്റെ കണ്ണിൽ നിന്ന് വരുന്ന ഒരു സ്രവമാണ് കണ്ണിൻ്റെ മുകളിൽ പടർത്താനായിട്ട് ഈ കണ്ണ് ചിമ്മുന്നത്. അപ്പോൾ നമ്മൾ മൊബൈലിൽ നോക്കിയിരിക്കുമ്പോൾ നമ്മൾക്ക് കണ്ണ് ചിലപ്പോഴും ചിമ്മാൻ നമ്മൾ വിട്ടുപോകും. അപ്പോൾ അത് നമ്മുടെ കണ്ണിന് കൂടുതൽ സ്ട്രെയിൻ ഉണ്ടാവുകയും നമ്മുടെ കാഴ്ചത്തേക്ക് ബാധിക്കുകയും ചെയ്യും. പിന്നെ തലവേദന, സ്ഥിരമായിട്ട് നമ്മൾ മൊബൈൽ നോക്കിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇതിനൊരു നീല ചേർന്നിട്ടൊരു ലൈറ്റാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഒരുപാട് നേരം നമ്മൾ മൊബൈൽ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് തലവേദന ഉണ്ടാകും. പിന്നെ മസ്കുലോ സ്കെലിറ്റൽ ഡിസീസ് എന്നുള്ള സാധനം വരാം. എന്ന് പറഞ്ഞാൽ നമ്മളുടെ പോസ്ചറിനെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള നമ്മളുടെ ഈ പറഞ്ഞ മസിലിനും നമ്മുടെ പോസ്ചറിനും ഒക്കെ വ്യത്യാസം വരുന്ന രീതിയിൽ അങ്ങനെ ഒരു ഡിസോർഡർ ഉണ്ട്. അങ്ങനത്തെ അസുഖങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. നമ്മൾ ഒരേ സിറ്റുവേഷൻ, ഒരേ പൊസിഷനിൽ തന്നെ നമ്മൾ ഇരിക്കുകയാണ്, നമുക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. രണ്ടാമത് നമുക്ക് ഉറക്കം, നമ്മുടെ ഉറക്കത്തെ ഇത് നമ്മൾ കാര്യമായിട്ട് ബാധിക്കും. പ്രത്യേകിച്ച് ബെഡ് ടൈമിനൊക്കെ മുമ്പായിട്ട് നമ്മൾ മൊബൈൽ കൂടുതൽ യൂസ് ചെയ്യുവാണെങ്കിൽ ഇത് ഉറക്കത്തെ കാര്യമായി ബാധിക്കും. കാരണം നമ്മുടെ ഉറക്കത്തെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഹോർമോണാണ് മെലാറ്റോണിൻ എന്ന് പറഞ്ഞിട്ടൊരു ഹോർമോൺ. ഈ ഹോർമോണാണ് നമ്മളുടെ ഈ സ്ലീപ്പിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ബ്ലൂ ലൈറ്റ്, മൊബൈലിൽ നിന്ന് വരുന്ന ബ്ലൂ ലൈറ്റ്, ഈ മെലാറ്റോണിൻ എന്ന് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് റെഡ്യൂസ് ചെയ്യും. സ്വാഭാവികമായിട്ടും നമ്മളുടെ ഉറക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന ഒരു സാധനമാണ് ഉറക്കക്കുറവും ഉറക്കത്തിൽ വരുന്ന ഡിസോർഡേഴ്സ്. അപ്പോൾ എക്സസ് യൂസ് ഓഫ് മൊബൈൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബ്ലൂ ലൈറ്റ് നമ്മൾ കൂടുതൽ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ഇങ്ങനെയുള്ള ഉറക്കവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അനങ്ങാതിരിക്കുകയാണ്. ശരീരത്തിന് യാതൊരു ചലനവും ഇല്ലാത്ത രീതിയിലായിരിക്കും പലരും മൊബൈൽ മണിക്കൂറുകളോളം നോക്കിയിരിക്കുന്നവരുണ്ട്. കുട്ടികളൊക്കെ ആണെങ്കിലും അനങ്ങില്ല, അവരിങ്ങനെ എവിടെയെങ്കിലും ഒരു ടേബിളിൽ ഇരിക്കുവാണെങ്കിൽ അവരുടെ നോട്ടം ആ മൊബൈലിൽ തന്നെ ആയിരിക്കും.
അപ്പോൾ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ശരീരത്തിന് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാതെ ഇരിക്കുകയാണെങ്കിൽ ഒബേസിറ്റി പോലെയുള്ള പൊണ്ണത്തടി അങ്ങനെയുള്ള വെയിറ്റ് കൂടാനും അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. ഡെവലപ്മെന്റ്, നമ്മുടെ മെന്റലായിട്ടുള്ള ഡെവലപ്മെന്റ്, മാനസികമായിട്ടുള്ള വളർച്ചയെ ഇത് പുറകിലേക്ക് വഹിക്കും. കൂടുതൽ സ്ക്രീൻ ടൈം പോയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയം സോഷ്യലും ഇമോഷണലും ഒക്കെ ആയിട്ടുള്ള അല്ലെങ്കിൽ തിങ്കിങ് പ്രോസസ്, നമ്മൾ ചിന്തിക്കാനുള്ള കഴിവ്, ഇതിനെയൊക്കെ പിന്നിലേക്ക് വലിക്കും. പിന്നെ മറ്റ് ഇപ്പൊ നമ്മുടെ കുടുംബത്തിലെ മറ്റ് മെമ്പേഴ്സ് അല്ലെങ്കിൽ സോഷ്യൽ ആയിട്ടുള്ള ഇന്ററാക്ഷനെ പലപ്പോഴും അവര് പിന്നിലേക്ക് വരും. കാരണം ഇപ്പൊ നമ്മൾ പല വീടുകളിലും ചെന്ന് കഴിയുമ്പോൾ കാണാം, കുട്ടി മൊബൈലിൽ ആയിരിക്കും കൂടുതൽ ശ്രദ്ധിച്ചിരിക്കുക. അവര് വരുന്നവരോട് സംസാരിക്കാൻ പോലും അവർ തയ്യാറാവുന്നില്ല. അപ്പോൾ അതൊരു പ്രശ്നമായി. അവരുടെ ഇപ്പൊ ചെറുപ്പകാലങ്ങളിൽ എന്താണോ ശീലിക്കുന്നത് അത് തന്നെ ആയിരിക്കും വളർന്നു കഴിയുമ്പോൾ അവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവരുടെ സ്വഭാവ രൂപീകരണത്തിലും അവരുടെ മെന്റൽ ഡെവലപ്മെന്റ്സിലും കോഗ്നിറ്റീവ് പ്രോസസ്സിലൊക്കെ ചിന്തിക്കാനുള്ള കഴിവുണ്ടായാൽ മാത്രമേ അവരുടെ മാനസിക വളർച്ച ഉണ്ടാവുകയുള്ളൂ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവരെ പിന്നിലേക്ക് വലിക്കും. പിന്നെ എമ്പത്തി ഡെവലപ്പ് ചെയ്യാനായിട്ട് പിന്നിലേക്ക് പോയി. കാരണം എമ്പത്തി എന്ന് പറഞ്ഞാൽ അറിയാം, നിങ്ങൾക്കറിയാം. ഇപ്പോൾ നമ്മൾക്ക് സഹാനുഭൂതി എന്നൊക്കെ പറയും. ഇപ്പൊ നമ്മൾ മറ്റുള്ളവരുടെ വിഷമം നമ്മളുടെ വിഷമമായി കണ്ട് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു ക്വാളിറ്റി, അതിന് എമ്പത്തി എന്ന് പറഞ്ഞാൽ. ആ എമ്പത്തി ഡെവലപ്പ് ചെയ്യില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കുറവായിരിക്കും. എന്നാൽ ചെയ്യില്ല എന്നുള്ളതല്ല, ചെയ്യുന്ന ഒരു ഡെവലപ്മെന്റ് കുറവായിരിക്കും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഇപ്പോൾ പൊതുവായിട്ട് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സോഷ്യലായിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പുറകിലേക്കായിരിക്കും. കാരണം അവരെപ്പോഴും മൊബൈലിലായിരിക്കും ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ മണിക്കൂറുകളോളം മൊബൈലിൽ ഇങ്ങനെ സമയം ചെലവഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും അക്കാഡമിക് ചാലഞ്ചസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠനത്തിലുള്ള ശ്രദ്ധ പലപ്പോഴും ഉണ്ടാവില്ല. കാരണം പഠിക്കുന്നതിനേക്കാളും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം മൊബൈൽ കാണുക എന്നുള്ളതായതുകൊണ്ട് അവർ പഠനത്തിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കുറയും, ഡിസ്ട്രാക്റ്റ് ആവും. കാരണം ഇപ്പം നമ്മൾ പഠിക്കാനിരുന്ന് കഴിയുമ്പോൾ അവരുടെ ചിന്തകൾ ഈ മൊബൈലിലേക്ക് ഡിസ്ട്രാക്റ്റ് ആയി പോകും. അപ്പോൾ കൂടുതൽ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് അവർക്ക് പറ്റില്ല. ഹോം വർക്കുകൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ മറ്റ് എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ് ഒന്നും വേണ്ട രീതിയിൽ അവർക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുകൊണ്ട് അക്കാഡമിക്കിൽ അവർക്ക് കൂടുതൽ അക്കാഡമിക് പെർഫോമൻസിനെ ശരിക്കും ബാധിക്കുന്നുണ്ട് ഈ കൂടുതൽ മൊബൈൽ യൂസ് വരുമ്പോൾ. പിന്നെ റിസ്ക് ഓഫ് അഡിക്ഷൻ, ഇപ്പോൾ സാധാരണ രീതിയിൽ ഇപ്പോൾ അഡിക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് അഡിക്റ്റഡ് ആയി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കമ്പൾസീവ് ബിഹേവിയറായി മാറും. കാരണം എപ്പോഴും നമ്മൾ പലരെയും കണ്ടിട്ടുണ്ട്, അവര് എപ്പോഴും മൊബൈൽ എടുത്ത് നോക്കുക, പിന്നെയും താഴെ വെക്കുക, മൊബൈൽ എടുത്ത് നോക്കുക, താഴെ വെക്കുക, ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പലരും മാറിയിട്ടുണ്ട്. അപ്പൊ അതൊരു കമ്പൾസീവ് ബിഹേവിയറാണ്. അതൊരു ഡിസോർഡറായിട്ട് പിന്നീട് മാറാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഒരു അഡിക്ഷനായി മാറിക്കഴിഞ്ഞപ്പോൾ നമ്മൾ എല്ലാം ഇപ്പോൾ നമ്മൾ പലപ്പോഴും പറയണ്ടേ, ഇപ്പം മദ്യത്തിന് അഡിക്ഷൻ എന്ന് പറഞ്ഞ പോലെ അതിനെല്ലാത്തിനും അഡിക്ഷൻ ആയി കഴിഞ്ഞാൽ അതൊരു ഡിസോർഡറായിട്ട് മാറും. അപ്പോൾ മൊബൈൽ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ മൊബൈൽ എപ്പോഴും കയ്യിൽ വേണം, മൊബൈൽ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ അതൊരു അഡിക്ഷനിലേക്ക് മാറും. അപ്പോൾ ചെറുപ്രായത്തിൽ ഇങ്ങനെ ഒരു അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് അതൊരിക്കലും മാറ്റാൻ പറ്റില്ല. മുന്നിലേക്കുള്ള അവരുടെ സാമൂഹികമായിട്ടുള്ള ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ വരെ പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ മൊബൈൽ ഒരു പരിധി വരെ മൊബൈൽ ഉപയോഗിക്കുന്നത് നമുക്ക് ആവശ്യമാണ്. പക്ഷേ എക്സസ് യൂസ് ഓഫ് മൊബൈൽ, അതാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ സ്ക്രീൻ ടൈം നമ്മൾ കൂടിക്കഴിഞ്ഞാൽ മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ്, ആങ്സൈറ്റി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിപ്രഷൻ വരാനായിട്ട് സാധ്യതയുണ്ട്. സെൽഫ് എസ്റ്റീമിനെ വരെ ബാധിക്കും. നമ്മളുടെ സ്വാഭിമാനം എന്നൊക്കെ പറഞ്ഞ പോലെ അതിനെ വരെയും ബാധിക്കാനായിട്ട് നമുക്ക് ഈ മൊബൈൽ യൂസ്, മൊബൈൽ യൂസ് അല്ല, എക്സസ് യൂസ് ഓഫ് മൊബൈൽ, സ്പെഷ്യലി കുട്ടികളുടെ ഈ സ്വഭാവ രൂപീകരണത്തിന്റെ ഒരു സമയമാണ്. ഒരു 18 വയസ്സ് വരെ എന്നൊക്കെ പറഞ്ഞാൽ ആ സമയങ്ങളിലാണ് കുട്ടികളുടെ സ്വഭാവ രൂപീകരണം സംഭവിക്കുന്നത്.
ആ സ്വഭാവ രൂപീകരണത്തിന് തടസ്സം നിൽക്കുന്ന ഒരു കാര്യമാണ് എക്സസ് യൂസ് ഓഫ് മൊബൈൽ. കാരണം അവർ സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ നെറ്റ്വർക്കിൽ നിന്ന് മാറിയിട്ട് ഒരു ഡിജിറ്റൽ നെറ്റ്വർക്കിലേക്ക് അവർ മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡിജിറ്റൽ നെറ്റ്വർക്കിൽ അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള, സമൂഹത്തിൽ നിന്ന് കിട്ടേണ്ടതായിട്ടുള്ള, അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്ന് കിട്ടേണ്ടതായിട്ടുള്ള, ഫ്രണ്ട്സിൽ നിന്ന് കിട്ടേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും കിട്ടാതെ പോകുന്നു. അപ്പോൾ അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ടോട്ടലി മൊബൈലിനെ മാത്രമാവും. അപ്പോൾ അവരുടെ സ്വഭാവ രൂപീകരണത്തിലും അതുവഴി മെന്റൽ ഡിസോർഡറിലേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ അത് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ മൊബൈൽ ഉപയോഗിച്ച് കുട്ടികൾ മൊബൈൽ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഈ സൈബർ ബുള്ളിങ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ സൈബറിൽ നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടുള്ള കാര്യങ്ങളാണ് ഇന്റർനെറ്റ് വഴിയുള്ള പല അറ്റാക്കുകളും കുട്ടികളെ വലയിൽ വീഴ്ത്തുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെ പോകാനായിട്ട് സാധ്യതയാണ്. അത് പാരന്റൽ ഗൈഡൻസോട് കൂടിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ ഒഴിവാക്കാവുന്നതാണ്. എന്നാലും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സാധാരണ ഉണ്ടാകാറുണ്ട്. പല കേസുകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്, പല മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഈ സൈബർ ബുള്ളിങ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുട്ടികൾ പെട്ടെന്ന് പോയി വീഴാൻ സാധ്യതയുണ്ട്. വലിയവരും വീഴുന്നുണ്ട്, എങ്കിലും കുട്ടികളുടെ മനസ്സ് വെച്ച് അവർ പെട്ടെന്ന് വീഴാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഉള്ളത് ടൈം മാനേജ്മെന്റ്. കാരണം നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു കുട്ടി ഒരു മൊബൈൽ എടുത്ത് യൂസ് ചെയ്യുമ്പോൾ ആ മൊബൈലിൽ നിന്ന് അവന് അവൻ്റെ ആക്ടിവിറ്റീസിലേക്ക് തിരിച്ചു വരാനായിട്ട് സമയമെടുക്കുന്നു. അവൻ ചിലപ്പോൾ തിരിച്ചു വന്നില്ലെന്നിരിക്കും. അപ്പോൾ അവൻ മൊബൈലിൽ മാത്രം കളിച്ചുകൊണ്ടിരിക്കും, അവൻ ചെയ്യേണ്ട ആക്ടിവിറ്റീസിലേക്ക് വരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവൻ്റെ ഒരു ടൈം മാനേജ്മെന്റ് പലപ്പോഴും തെറ്റിപ്പോവുകയും അവൻ്റെ ലൈഫിലൊരു സക്സസ് ഉണ്ടാകാനായിട്ട് അതിന് തടസ്സം നിൽക്കുകയും ചെയ്യും. ഇപ്പം നമുക്കെപ്പോഴും ലൈഫിൽ വേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ ടൈം മാനേജ്. നമ്മൾ അത്രയും നല്ല രീതിയിൽ നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റും, അത്രയും നമ്മുടെ ലൈഫിൽ സക്സസ് ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ കുട്ടികൾ ചെറുപ്രായത്തിൽ തന്നെ ഈ ടൈം മാനേജ്മെന്റിൽ ഫെയിൽ ആവുകയാണെങ്കിൽ അവർക്ക് മുന്നിലേക്കുള്ള ഒരു ജീവിതയാത്രയിൽ അവർക്ക് പലപ്പോഴും വിജയിക്കാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത്. ഒരു പോയിന്റ് കൂടി പറയാം. നമ്മൾ എപ്പോഴും നമ്മുടെ നേരത്തെ പറഞ്ഞ സ്വഭാവ രൂപീകരണത്തിൽ നമ്മുടെ ഫാമിലി ആയിട്ടുള്ള ഇൻട്രാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളുടെ ഫാമിലി ആയിട്ടുള്ള ഇൻട്രാക്ഷൻ കുറയുകയാണെങ്കിൽ അത് നമ്മുടെ സോഷ്യൽ ആയിട്ടുള്ള നമ്മുടെ വളർച്ചയും നമ്മുടെ മാനസികമായിട്ടുള്ള വളർച്ചയൊക്കെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ പൊതുവെ മൊബൈൽ യൂസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് കണ്ണിൻ്റെ കാഴ്ച പെട്ടെന്ന് തന്നെ പോകുന്നു, പിന്നെ ശരീരത്തിൻ്റെ പോസ്ചർ മാറിപ്പോകുന്നു. ഇപ്പോൾ കുനിഞ്ഞു കിടക്കുന്ന ആളുകളാണ് കൂടുതൽ, കാരണം അവർ കഴുത്തിന് വേദന ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഈ എക്സസ് യൂസ് ഓഫ് മൊബൈലിൽ നിന്ന് വരുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ മൊബൈൽ എക്സസ് യൂസ് ചെയ്യുന്നതിന് കുഴപ്പങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പം ഇതിൽ നിന്നൊക്കെ നമ്മൾ എങ്ങനെ പുറത്തു വരാം, അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ കുട്ടികളെ ഇതിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാം എന്നുള്ളതിനെ പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. എങ്ങനെയാണ് ഈ മൊബൈൽ യൂസിൽ നിന്ന് നമ്മുടെ കുട്ടികളെ പുറത്ത് കൊണ്ടുവരിക? അതിന് ഒരുപാട് കഷ്ടപ്പെട്ട പണിയാണത്. പ്രത്യേകിച്ച് കുട്ടികൾ മൊബൈൽ അഡിക്ഷൻ ആയിക്കഴിഞ്ഞാൽ പാരൻസിന്റെ സപ്പോർട്ട് ഇല്ലാതെ ഒരു കാരണവശാലും നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. പാരൻസിന്റെ ഡെഡിക്കേഷൻ വളരെ അത്യാവശ്യമാണ്. എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ളത് പാരൻസിന്റെ സപ്പോർട്ടോടുകൂടി മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. നമുക്ക് എന്തൊക്കെ ചെയ്യാം ഒരു കുട്ടിയെ മൊബൈൽ അഡിക്ഷനിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ എന്തൊക്കെ ചെയ്യാം എന്നുള്ളത്. ഇപ്പോ മൊബൈൽ അഡിക്ഷൻ ആയി പോയൊരു കുട്ടിയാണെങ്കിൽ നാളെ മുതൽ നമുക്കൊരു റൂൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം മൊബൈൽ യൂസിന്റെ റൂളൊന്നും നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് സമയമെടുക്കും. അപ്പോൾ നമ്മളുടെ കുട്ടി അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഏതെങ്കിലും ഒരു കുട്ടി മൊബൈൽ അഡിക്ഷനിലായി കഴിഞ്ഞാൽ ആദ്യം തന്നെ മനസ്സിൽ നമ്മൾ വിചാരിക്കുക ഇത് സമയമെടുക്കുന്ന പ്രക്രിയയാണ്. നമുക്ക് അതിനുള്ള പേഷ്യൻസ് ഉണ്ടായിരിക്കും, ക്ഷമയുണ്ടായിരിക്കും. ക്ഷമയോടുകൂടി കാര്യം മാത്രമേ നമുക്ക് ഇവരെ തിരിച്ച് നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റൂ. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടി മൊബൈൽ യൂസ് ചെയ്യുന്നതിന് ഒരു പ്രത്യേക സമയം നമ്മൾ നിശ്ചയിക്കുക. ഇപ്പൊ സ്കൂളിൽ പോകുന്ന കുട്ടിയാണെങ്കിൽ രാവിലെ മൊബൈൽ നോക്കാനായിട്ട് ഒരു പക്ഷേ സമയം കിട്ടിയെന്ന് വരില്ല. പക്ഷെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ കുട്ടി ചിലപ്പോൾ 3, 4, 5 മണി മൊബൈൽ യൂസ് ചെയ്യും. അപ്പോൾ
നാളെ ഇപ്പം ഇന്ന് 3-4 മണിക്കൂർ അല്ല 5 മണിക്കൂർ ഒരു കുട്ടി മൊബൈൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നാളെ മുതൽ ഈ 1 മണിക്കൂറേ യൂസ് ചെയ്യാവൂ എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഇതൊരു അഡിക്ഷനാണ്. ഈ അഡിക്ഷൻ പെട്ടെന്ന് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഈ വിഡ്രോവൽ സിംറ്റം, നമ്മുടെ ഈ മദ്യപാനികളിൽ വിഡ്രോവൽ സിംറ്റം ഉണ്ടാകുന്ന പോലെ കുട്ടിക്ക് മാനസികമായിട്ടുള്ള പ്രശ്നം പെട്ടെന്ന് ഉണ്ടാകാൻ സാധ്യതയാണ്. പെട്ടെന്ന് അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. അപ്പോൾ ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ മൊബൈൽ കാണുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയെ നമ്മൾ 3 മണിക്കൂർ ഫോർ എക്സാമ്പിൾ 3 മണിക്കൂർ മൊബൈൽ കാണുന്ന കുട്ടിയാണെങ്കിൽ നാളെ മുതൽ 2.25 മണിക്കൂർ മൊബൈൽ കാണുക എന്നുള്ള ഒരു സമയം ഫിക്സ് ചെയ്യുക. അല്ലാതെ നമ്മൾ നാളെ മുതൽ 1 മണിക്കൂർ കാണാവോ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നടക്കുന്ന കാര്യം. കുട്ടിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന നമുക്ക് കാണാം. അപ്പോൾ അതുകൊണ്ട് സമയം കുറച്ച് കൊണ്ടുവരുന്നത് ഗ്രാജുവലി വേണം ചൊല്ലുന്നത്. അല്ല നാളെ പെട്ടെന്ന് നമ്മൾ കുറച്ച് കൊണ്ടുവരുന്ന ഒരു സിസ്റ്റം നമ്മൾ ടോട്ടലി ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പാടില്ല. രണ്ടാമത് വളരെ കഷ്ടപ്പെട്ടൊരു പണിയാണ്. കുട്ടികൾ കണ്ടാണ് പഠിക്കുന്നത്. പല കാര്യങ്ങളും കുട്ടികൾ കണ്ടിട്ടാണ് അവരുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ഒരു എക്സാമ്പിൾ ആവുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. പണ്ട് ഒരു കഥ ഉണ്ടായിരുന്നു. ഗാന്ധിജിയുടെ അടുത്ത് ഒരു അമ്മ കുട്ടിയെ പറ്റി കംപ്ലൈന്റുമായിട്ട് പോയി. അമ്മയുടെ കംപ്ലൈന്റ് ഇതായിരുന്നു, മകൻ പഞ്ചസാര തിന്നുന്നു. അപ്പോൾ ഗാന്ധിജി പറഞ്ഞു നാളെ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ നാളെ കൊണ്ടുവരാനായിട്ട് പറഞ്ഞപ്പോൾ അമ്മ നാളെ കൊണ്ടുവരുന്നു. അപ്പോൾ നാളെ പിറ്റേ ദിവസം കൊണ്ടുവന്നിട്ട് അമ്മ ചോദിച്ചാൽ എന്താ ബാപ്പുജി നാളെ കൊണ്ടുവരാനായിട്ട് പറഞ്ഞു. പറഞ്ഞ് ഞാൻ ഇന്നലെ വരെ പഞ്ചസാര തിന്നുമായിരുന്നു. അപ്പൊ ഞാനൊരു കാര്യം മറ്റൊരാൾക്ക് ഉപദേശം കൊടുക്കുന്നതിന് മുമ്പ് ഞാനത് ഇംപ്ലിമെന്റ് ചെയ്യണം എൻ്റെ ലൈഫ്. എങ്കിൽ മാത്രമേ ഞാനത് ഉപദേശിക്കാനുള്ള എനിക്കതിനുള്ള അർഹതയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മുടെ കുട്ടിക്കൊരു മാതൃക ആവുകയാണ് രണ്ടാമത്തെ. നമ്മുടെ മൊബൈലിന്റെ ഉപയോഗവും കൺട്രോളിലാക്കി കുട്ടിയെ അത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. എക്സാമ്പിൾ ആവുക. മൂന്നാമത്, നമ്മളുടെ വീട്ടിൽ തന്നെ ടെക് ഫ്രീ സോൺസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഉപയോഗിക്കാനായിട്ട് ഒരു പർട്ടിക്കുലർ ഏരിയ ഫിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ അല്ലെങ്കിൽ മൊബൈൽ ഉപയോഗിക്കാതിരിക്കാനുള്ള ഏരിയകൾ, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ ഡൈനിങ് ഹാളിൽ മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല. അത് വീട്ടിലെ നിയമമാണ്. ഡൈനിങ് ഹാളിൽ ഒരിക്കലും മൊബൈൽ ഉപയോഗിക്കാനായിട്ട് പാടില്ല, മൊബൈൽ കൊണ്ടുവരാനേ പാടില്ല എന്നുള്ളൊരു നിയമം കൊണ്ടുവരാം. അല്ലെങ്കിൽ ബെഡ്റൂമിൽ മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ ടെക് ഫ്രീ ഏരിയ ഡിഫൈൻ ചെയ്യാന്നാണ് മൂന്നാമത്തെ കാര്യം. അപ്പൊ അതിൽ നിന്ന് നമ്മുടെ യൂസേജ് കുറേയൊക്കെ കുറയാനായിട്ട് സാധിക്കും. അത് കുട്ടികളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ടെക് ഫ്രീ സോൺസ്. അത് ഇന്ന സ്ഥലത്തെന്നുള്ളതല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത്. നിങ്ങൾക്ക് ഇപ്പോൾ പറയാം ഫ്രണ്ട് ഏരിയയിൽ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്ന ഡൈനിങ് ഹാളിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഡ്രോയിങ് റൂമിൽ നമ്മൾ സ്ഥിരമായിട്ടും കുറേ സമയം ചെലവഴിക്കുന്നത് കൊണ്ട് ഡ്രോയിങ് റൂമിൽ നമുക്ക് അങ്ങനെ ഒരു നിയമം കൊണ്ടുവരാനായിട്ട് പലപ്പോഴും പറ്റിയെന്ന് വരില്ല. എങ്കിലും അത് നിങ്ങളുടെ വീടിൻ്റെ ഘടനയും വീടിൻ്റെ ഏരിയയൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതാണ്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, എൻകറേജ് ആൾട്ടർനേറ്റ് ആക്ടിവിറ്റീസ്. കുട്ടി ശരിക്കും ഈ മൊബൈലിലേക്ക് പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, കുട്ടിക്ക് ആൾട്ടർനേറ്റ് ആയിട്ട് മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ കുട്ടിക്ക് ഇതിലും രസകരമായ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റെന്തെങ്കിലും ആൾട്ടർനേറ്റീവ്സ് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി ഈ മൊബൈലിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇപ്പോൾ പലപ്പോഴും നമ്മുടെ ഫാമിലിയിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ മൊബൈൽ യൂസേജിന് എൻ്റെ കാരണക്കാരൻ ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ പാരൻസ് തന്നെ ആയിരിക്കും. കാരണം കുട്ടിയെ നോക്കാനായിട്ട് പലർക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുട്ടി എന്ത് ചെയ്യും? ഈ മൊബൈൽ എടുത്ത് കയ്യിലേക്ക് കൊടുക്കും. അപ്പോൾ പിന്നെ കുട്ടി മൊബൈലുമായിട്ട് കളിച്ചോളും, നമ്മൾ കുട്ടിയെ നോക്കേണ്ട ഒരു പണി അവിടെ വരുന്നില്ല. നമ്മുടെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് നമ്മൾ പലപ്പോഴും ഒളിച്ചോടുമ്പോഴാണ് കുട്ടി ഈ മൊബൈൽ യൂസേജ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ കുട്ടികളുടെ ഒപ്പം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനും അവർക്ക് ഇഷ്ടമുള്ള പല ആക്ടിവിറ്റീസിലും ടേക്ക് പാർട്ട് ചെയ്യാനും നമ്മളും അതിനൊപ്പം തന്നെ ചെയ്ത് കഴിഞ്ഞ് അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മറ്റ് ആക്ടിവിറ്റീസ് എന്തെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അത് വളരെ
എഫക്റ്റീവായിരിക്കും. ഇപ്പോൾ ഔട്ട്ഡോർ പ്ലേ, പുറത്തു പോയി കളിക്കാനുള്ള ഒരു സാഹചര്യം, അല്ലെങ്കിൽ ബുക്ക് റീഡ് ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനം, അല്ലെങ്കിൽ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്, ഇപ്പോൾ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബോർഡ് മറ്റ് ഗെയിംസ് കളിക്കാനുള്ള, ഇപ്പോൾ നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ മറ്റ് മെൻ്റൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യുന്ന രീതിയിലുള്ള മറ്റെന്തെങ്കിലും രീതിയിലേക്ക് കുട്ടികളെ ഡൈവേർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ മൊബൈൽ യൂസ് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഈ സൈബർ ബുള്ളിങ് അതുപോലുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ആകാതിരിക്കട്ടെ, ഈ പാരൻറ്റിൻ്റെ കൺട്രോളും ഇപ്പോൾ വരുന്ന ഡിവൈസിലെല്ലാം തന്നെ പാരന്റിന് ഒരു അഡ്മിൻ സ്ഥാനവും അതനുസരിച്ചിട്ട് കുട്ടികളുടെ ചില കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഫീച്ചേഴ്സും എല്ലാ ഫോണിലും അവൈലബിൾ ആണ്. അല്ലെങ്കിൽ കുട്ടി എത്ര സമയം മോണിറ്റർ ചെയ്തു എന്ന് നോക്കാനുള്ള വർക്ക് അതിൽ നോക്കി, അല്ലെങ്കിൽ മൊബൈൽ യൂസ് ചെയ്തു നോക്കാനുള്ള ആപ്സ് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ഏതെല്ലാം പ്രോഗ്രാംസ് ആണ് ചെയ്തത്, അല്ലെങ്കിൽ ഏതെല്ലാം കമ്മ്യൂണിറ്റിയിലാണ് കുട്ടി ആക്ട് ചെയ്യുന്നത്, ആരോടൊക്കെയാണ് ചിലപ്പോൾ കുട്ടികൾ ചാറ്റ് ചെയ്യുന്നതൊക്കെ പോകുന്നത്, ആരോടൊക്കെയാണ് ചാറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പാരന്റൽ കൺട്രോൾസ് ഇപ്പോഴത്തെ സെറ്റുകളിലൊക്കെ അവൈലബിൾ ആണ്, മൊബൈൽ സെറ്റ്സിലൊക്കെ അവൈലബിൾ ആണ്. അപ്പം ആ ടെക്നോളജി നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക, അതിനെപ്പറ്റി പഠിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ അടുത്തൊരു കാര്യം, ഹാവ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ചൈൽഡ്. അപ്പോൾ പലപ്പോഴും കുട്ടികളോട് നമ്മൾ ഓപ്പണായിട്ട് സംസാരിക്കാനായിട്ട് പലരും പല പാരൻസിൻ്റെ കയ്യിലും സമയമില്ല. അവരുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് തിരക്കിലായിരിക്കും, അതല്ലെങ്കിൽ അവരുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് തിരക്കിലായിരിക്കും. അപ്പോൾ പലപ്പോഴും എഫക്റ്റീവായിട്ടുള്ള ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും കുട്ടികളുമായിട്ട് പല പാരൻസിനും ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നമ്മൾ കുട്ടികളായിട്ട് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരുപാട് പറയാനുണ്ട്, നമുക്ക് കേൾക്കാൻ സമയമില്ല. അപ്പോൾ ഈ പറയാനുള്ള കുട്ടികൾ സമയമില്ലാത്ത പാരന്റിൻ്റെ അടുത്തുനിന്ന് സമയമുള്ള മറ്റേതെങ്കിലും ഈ മൊബൈലിലുള്ള സൈബർ ഫ്രണ്ട്സിനോട് പല കാര്യങ്ങളും പറയാൻ തയ്യാറാവും. അപ്പം നമ്മൾ കുട്ടികളെ കേട്ട് കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഒഴിവാകാം. കുട്ടിയുടെ അനാവശ്യമായിട്ടുള്ള മൊബൈൽ അഡിക്ഷനിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ കുട്ടികളുടെ ഈ പറഞ്ഞ കുട്ടികളുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻ, ആശയവിനിമയം നമ്മൾ നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികളുടെ ഈ മൊബൈൽ അഡിക്ഷനിൽ നിന്ന് നമുക്ക് ഇവരെ ഡൈവേർട്ട് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, ഇത് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. സ്വിച്ച് ഒരിക്കലും കുട്ടിയുടെ അഡിക്ഷൻ മാറില്ല. അത് പാരൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വളരെ അത്യാവശ്യമാണ്. അത് എല്ലാ പോയിന്റ്സിലും പാരൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വളരെ വളരെ അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ കുട്ടി ഈ മൊബൈൽ അഡിക്ഷനിൽ നിന്ന് പുറത്തേക്ക് വരും. പിന്നെ ഇതൊരു ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇത് ഒരു സുപ്രഭാതത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമല്ല. ഇപ്പോൾ ഒരു സ്ഥിരമായിട്ട് 3-4 വർഷമായിട്ട് മൊബൈൽ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടി നമ്മൾക്ക് ചിലപ്പോൾ ഒരു 2, 3, 4, 5, 6 മാസങ്ങളെടുക്കും ഈ കുട്ടി ഈ അഡിക്ഷനിൽ നിന്ന് പുറത്തു വരാനായിട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുവാണ്. അതെല്ലാം ഈസി ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ മൊബൈലുമായിട്ട് ബന്ധപ്പെട്ട് മൊബൈലിൽ തന്നെ ഇപ്പം എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ടോട്ടലി ഈ ഒരു മീഡിയ ഇതുപോലെ മൊബൈൽസിലേക്കും ലാപ്ടോപ്സിലേക്കൊക്കെ മാറിയിരിക്കുന്നു. അപ്പോൾ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ആപ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മൊബൈലിൽ എടുത്തിട്ട് കുട്ടികളത് യൂസ് ചെയ്യാനായിട്ട്, അപ്പോൾ ഒരു മൊബൈൽ യൂസിൻ്റെ കുറേ സമയം ഇവരിതിലേക്ക് ഡൈവേർട്ട് ആവും. അപ്പോൾ അവരുടെ മനസ്സിലൊരു മെസ്സേജ് കൂടി പോവുകയാണ്, ഇത് കളിക്കാനും അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രമുള്ള ഒരു സാധനമല്ല, ഇത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇപ്പോഴത്തെ കാലത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഈ കുട്ടിയുടെ തുടക്ക സമയങ്ങളിൽ നമ്മൾ ഈ സ്ക്രീൻ ടൈം കുറയ്ക്കണ സമയത്ത് ഇതുപോലുള്ള ആപ്പുകളും ഇതുപോലുള്ള സാധനങ്ങളും ആഡ് ചെയ്തിട്ട് ആ കുട്ടിയെ അതിലേക്ക് ഡൈവേർട്ട് ചെയ്യുക. എന്നിട്ട് സ്ലോലി ഇവരുടെ സ്ക്രീൻ ടൈം നമ്മൾ കുറച്ചുകൊണ്ടുവരണം. എങ്കിൽ മാത്രമേ നമുക്കത് എഫക്റ്റീവായിട്ട് കുട്ടികളുടെ ഈ മൊബൈൽ ഫോൺ അഡിക്ഷൻ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞ പോയിന്റ് നമ്മളൊരു സർട്ടൺ റൂൾസും പിന്നെ അതിനൊരു ടൈം ലിമിറ്റും ഒക്കെ കൊടുക്കുമെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഈ ടൈം ലിമിറ്റ് ഇപ്പോൾ നമ്മൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു 3 മണിക്കൂർ കാണുന്ന ഒരു കുട്ടിയെ നമ്മൾ 2 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറായി കൊണ്ടുവരുമ്പോഴത്തേനും നമുക്ക് ആ കുട്ടിക്ക് വേണമെങ്കിൽ റിവാർഡ്സ് കൊടുക്കാം.
റിവാർഡ്സ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആദ്യ റിവാർഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് കൊണ്ടുവന്നതിൻ്റെ റിവാർഡ്സ് കൊടുക്കാം. ഇനി ഹോംവർക്ക് ചെയ്തതിന് ഇപ്പോൾ ഇത് പറയാം, ഹോംവർക്ക് ചെയ്യുവാണെങ്കിൽ ഇത്ര സമയത്തിനുള്ളിൽ തീർക്കും, അല്ലെങ്കിൽ ഹോംവർക്ക് നല്ല രീതിയിൽ ചെയ്യുവാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് സമയം മൊബൈൽ കാണാനായിട്ട് തരാം. അപ്പോൾ അങ്ങനെ റിവാർഡ്സ് വേണമെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് ഓഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അല്ലെങ്കിൽ ഹോംവർക്ക് അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇപ്പോൾ പറയുകയാണ്, നമ്മൾ കുട്ടിയോട് പറയണം, ഓക്കെ ഇന്നൊരു ഫിസിക്കൽ ഗെയിം നിങ്ങൾ കളിക്കുകയാണെങ്കിൽ, ഇന്ന കാര്യം ചെയ്യുവാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഒരു 10 മിനിറ്റ്സ് ടൈം, അല്ലെങ്കിൽ ഇപ്പോൾ പല കുട്ടികളും പല ഫിസിക്കൽ ആക്ടിവിറ്റീസിലൊക്കെ ഇൻവോൾവ് ആണ്. ചിലർ ബാഡ്മിൻ്റൺ കളിക്കാൻ പോകുന്നുണ്ട്, ചില കുട്ടികളാണെങ്കിൽ ഈ റോളർ സ്കേറ്റിംഗ് ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റീസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് നമുക്ക് കുട്ടികളോട് പറയാം, ഒരു 10 മിനിറ്റ് സമയം വേണമെങ്കിൽ ഞാൻ റിവാർഡായിട്ട് തരാം, പക്ഷെ ഈ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ തരാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുട്ടികൾ ഫിസിക്കൽ ആക്ടിവിറ്റീസിലും മറ്റ് ആക്ടിവിറ്റീസിലേക്കൊക്കെ അവർ ഡൈവേർട്ട് ആകാനായിട്ട് കൂടുതൽ സാധ്യതയുണ്ട്. നേരത്തെ പറഞ്ഞതാണ് നമ്മൾ ഈ പാരന്റൽ ഗൈഡൻസ്, അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ പാരന്റൽ ഗൈഡൻസ് പറഞ്ഞ പോലെ ഈ മോണിറ്റർ, നമ്മൾ ഈ കുട്ടികൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഉപയോഗിക്കുന്നതിന് നമ്മൾ മോണിറ്റർ ചെയ്യണം. എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. പലപ്പോഴും പല പാരൻസിന്റെ കയ്യിൽ അങ്ങനെ ഒരു മോണിറ്ററിങ് സിസ്റ്റം ഇല്ല, ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നാലും അത് അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഒരു സമയം അവർ കണ്ടെത്താറില്ല. അടുത്ത പോയിന്റ് ബി ഫ്ലെക്സിബിൾ ആൻഡ് പേഷ്യൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് തന്നെയാണ്. കാരണം നമ്മൾ ഈ പറഞ്ഞ കാര്യം ഒരു ദിവസം കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല, അതൊരു ടൈം ടേക്കിംഗ് പ്രൊസീജിയർ ആണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുകയും അതിനുവേണ്ടി വളരെ നമ്മുടെ എഫേർട്ട് 100% കൊടുക്കുകയും ചെയ്താൽ മാത്രമേ കുട്ടികൾ ഇതിൽ നിന്ന് പുറത്തു വരികയുള്ളൂ. അപ്പോൾ ഇത് കുട്ടിക്ക് നേരത്തെ ഒറ്റയ്ക്ക് ചെയ്യാവുന്ന ഒരു കാര്യമല്ല, ഇത് നമ്മുടെ പാരൻറ്റിൻ്റെ ഹെൽപ്പോട് കൂടി ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ആ പോയിന്റ്സുകൾ വേണമെങ്കിൽ ഒന്നുകൂടി ഞാൻ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ആദ്യം തന്നെ നമുക്കൊരു ടൈം ലിമിറ്റ് കൊടുക്കുക എന്നുള്ളതാണ്, നമ്മുടെ ടൈം അവരെ ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രത്യേക റൂൾസും ഒരു ടൈം ലിമിറ്റും അവർക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറേയൊക്കെ മാറിക്കിട്ടും. നേരത്തെ പറഞ്ഞിരുന്ന പോലെ തന്നെ അത് പെട്ടെന്ന് ഒരു ദിവസം ചെയ്യേണ്ട കാര്യങ്ങളല്ല. 3 മണിക്കൂർ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിൽ അത് 3 എന്നുള്ളത് 2.25 മണിക്കൂർ, പിന്നെ 2.5 മണിക്കൂർ, പിന്നെ 2 മണിക്കൂർ, അങ്ങനെ കുറച്ച് കൊണ്ടുവരാം. നിങ്ങൾ കുട്ടിയുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് പാരൻസിന് മാറ്റാവുന്നതാണ്. രണ്ടാമത്തത് നമ്മളൊരു കുട്ടികൾക്കൊരു എക്സാമ്പിൾ ആകുക. മൂന്നാമത് ടെക് ഫ്രീ സോൺസ്, നമ്മുടെ വീട്ടിൽ തന്നെ ടെക് ഫ്രീ ആയിട്ടുള്ള സോൺസ് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നടത്ത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള സോൺസ് നമ്മൾ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു പോയിന്റ്. പിന്നെ ആൾട്ടർനേറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിട്ടുള്ള മൈൻഡ് ഗെയിംസ്, അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഹോബീസ്, പെറ്റ്സുമായിട്ട് സമയം ചെലവഴിക്കാനുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്യാം. പിന്നെ പാരന്റൽ കൺട്രോൾ, കുട്ടികളെ നമ്മൾ അച്ഛൻ്റെ കൺട്രോളോട് കൂടിയിട്ടുള്ള ആപ്സുകൾ വേണമെങ്കിൽ നമുക്ക് ഈ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഈ ആപ്പിലൊക്കെ കൂടി നമുക്ക് കുട്ടി എത്ര നേരം മൊബൈൽ ഉപയോഗിച്ചു, അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ അത് നമ്മൾ മോണിറ്റർ ചെയ്ത് അതിന് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. പിന്നെ കുട്ടികളായിട്ട് സംസാരിക്കുക എന്നുള്ള, കുട്ടികൾക്ക് പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ നമുക്ക് കേൾക്കാനുള്ള സമയമില്ലാത്തതാണ് അവരുടെ പ്രശ്നം. അതുകൊണ്ടാണ് അവർ ഇതിലേക്കൊക്കെ മാറുന്നത്. പിന്നെ എഡ്യൂക്കേഷണൽ കണ്ടന്റ്സ് നമ്മൾ കൂടുതൽ മൊബൈലിലേക്ക് കൊടുക്കുക, അപ്പോൾ അവർ അതിലേക്ക് ഡൈവേർട്ട് ചെയ്യാനുള്ള പല കാര്യങ്ങളും ചെയ്യുക. പിന്നെ സ്ക്രീൻ ടൈം റിവാർഡ്സ് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഏതെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റീസിന് പോയാലോ അല്ലെങ്കിൽ കുട്ടിക്ക് പ്രയോജനമുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ പറയും, ഇന്നത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇത്ര സമയം നിങ്ങൾക്ക് തരാം എന്ന് പറയുമ്പോൾ കുട്ടി അതിന് തയ്യാറാവും, അത് ചെയ്യാൻ തയ്യാറാവും. ഇത് മോണിറ്റർ ചെയ്യണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ കുട്ടി ഈ മൊബൈൽ കാണാനുള്ള ആഗ്രഹത്തിൽ ആ കാര്യം ചെയ്യില്ല, മൊബൈൽ കാണുകയും ചെയ്യും. അപ്പോൾ ആ കാര്യം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ മോണിറ്റർ കൂടി ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ മോണിറ്റർ യൂസേജ്, നമ്മളുടെ ഈ കുട്ടി ചെയ്യുന്ന കാര്യങ്ങൾ എന്താണോ അത് നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്, ടൈം ടേക്കിംഗ് ആണ്. ചില കുട്ടികളാണെങ്കിൽ ഇത് ചിലപ്പോൾ 1 മാസം കൊണ്ട് ഇതുമായിട്ട് അഡോപ്റ്റ് ആവും, അല്ലെങ്കിൽ ചില കുട്ടികളാണ് 2 മാസം എടുക്കും, ചില കുട്ടികൾക്ക് 3 മാസം എടുക്കും, ചിലപ്പോൾ 4 മാസം എടുക്കും, 5 മാസം 6 മാസം വരെ കഴിയും. അപ്പോൾ നമ്മുടെ കുട്ടിയെ എത്രത്തോളം പാരന്റിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടോ അത്ര പെട്ടെന്ന് കുട്ടികളിൽ ഇതിൻ്റെ ആയിട്ടുള്ള ഒരു എഫക്റ്റ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഈ മൊബൈൽ യൂസ് എന്ന് പറഞ്ഞാൽ, മൊബൈൽ നമുക്ക് ആവശ്യമാണ്, പക്ഷെ മൊബൈലിന്റെ അഡിക്ഷനിലേക്ക് പോകാതെ നമുക്ക് കൺട്രോൾ ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇതുപോലെ പ്രയോജനപ്രദമായിട്ടുള്ള പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കമന്റുമായിട്ട് അതിൻ്റെ ലിങ്ക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, കാണാൻ താല്പര്യമുള്ളവർ ആ വീഡിയോസൊക്കെ പോയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. കീപ് വാച്ചിങ്.